Hello dear students, welcome to another online class. We are discussing the third chapter of plus one accountancy and the name of our chapter is recording of transactions first and we are in the 7th session. നമ്മൾ പ്ലസ് വൺ അക്കൗണ്ടൻസിയിലെ മൂന്നാമത്തെ പാഠം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് ഫസ്റ്റ് എന്ന ചാപ്റ്ററിൻ്റെ 7ാമത്തെ ക്ലാസ്സിലാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇതുവരെയായിട്ടും HSS ടൈംസ് എന്ന വിദ്യാഭ്യാസ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ പുതിയ ക്ലാസ്സുകൾ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ 6th ക്ലാസ്സിൽ എന്താ നമ്മൾ ചെയ്തത്? അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ 2ാമത്തെ പ്രോബ്ലം നമ്മൾ 6ാമത്തെ ക്ലാസ്സിൽ ചെയ്തു. ആൻഡ് in today's session we will also discuss another problem. നമ്മൾ പുതിയ മൂന്നാമത്തെ അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ 3ാമത്തെ പ്രോബ്ലമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. റീഡ് ദ ക്വസ്റ്റ്യൻ. ഗിവൻ അക്കൗണ്ടിങ് ഇക്വേഷൻ ഇൻ ദ ഫോളോയിങ് കേസ്. താഴെ പറയുന്ന കേസിൽ ഒരു അക്കൗണ്ടിങ് ഇക്വേഷൻ നൽകുക. 5 ട്രാൻസാക്ഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹിയർ 5 transactions are given in this question. The first one is started a business with cash 5,000. Started a business with cash 5,000. 5,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. സെക്കൻഡ് ട്രാൻസാക്ഷൻ ക്ലാസ് കാണുന്ന കുട്ടികൾക്ക് എഴുതിയെടുക്കാം. സെക്കൻഡ് ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. 400 രൂപയുടെ സാധനങ്ങൾ കടമായിട്ട് വാങ്ങിച്ചു. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. തേർഡ് വൺ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് 100. പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് 100. 100 രൂപ കൊടുത്ത് സാധനങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ചു. 100 രൂപയുടെ സാധനം ക്യാഷ് കൊടുത്തിട്ട് വാങ്ങിച്ചു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ്. പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ്. ഒരു ബിസിനസ്സിന് ഈ പോസ്റ്റൽ ആർട്ടിക്കിൾസ് സ്റ്റാമ്പ് കവറൊക്കെ വേണം. അത് 50 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു. വിത്ഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് 70. 70 രൂപ അതിൻ്റെ ഓണർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിത്ഡ്രോ ചെയ്തു. അതിനെ ഡ്രോയിങ്സ് എന്ന് വിളിക്കും. നമ്മൾ 1ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് ഡ്രോയിങ്സ് 70 rupees. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഡ്രോ ദിസ് ടേബിൾ. ആദ്യം ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു ടേബിൾ വരയ്ക്കുക. ആദ്യത്തെ കോളം ടു റൈറ്റ് ദ ട്രാൻസാക്ഷൻ. സെക്കൻഡ് കോളത്തിന് 2 സ്പ്ലിറ്റ് ചെയ്യണം. നിങ്ങൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് അറിയുന്ന അക്കൗണ്ടിങ് ഇക്വേഷൻ എഴുതുക. എന്താണ്? ഹിയർ റൈറ്റ് asset equal to liabilities plus capital. This is the accounting equation. നമ്മൾ പഠിച്ച accounting equation മുകളിൽ എഴുതുക. And the second space is intended to write the revised accounting equation. After each or every transaction, the accounting equation will change. So the second column is to write the revised accounting equation after each of the transaction. So let's begin our topic. The first one is started a business with cash 5,000. So under this column, write the first one, started a business with cash 5,000. 5,000 രൂപ കൊണ്ട് ബിസിനസ് തുടങ്ങി. 1ാമത്തെ ട്രാൻസാക്ഷൻ എഴുതുക. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് 5,000 rupees. അപ്പോൾ എന്താണ്? whenever a person start his business with cash, what are the two effects? Try to identify. Asset. Which asset will increase? Cash asset will increase and at the same time capital will also increase. ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ക്യാഷ് ഇൻക്രീസ് ചെയ്യുന്നു, ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് 2 ഇഫക്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? 1ാമത്തെ അസറ്റ് സൈഡിൽ ക്യാഷ് എന്ന് എഴുതുക. എന്നിട്ട് താഴെ 5,000 എന്ന് എഴുതുക. 5,000 എന്ന് എഴുതുക. ഇസ് ഈക്വൽ ടു ലയബിലിറ്റീസ് ആണോ ക്യാപിറ്റൽ അണ്ടറിലാണോ എഴുതേണ്ടത്? എവിടെ എഴുതേണ്ടത്? നിങ്ങൾ ക്യാപിറ്റലിൻ്റെ അണ്ടറിൽ എന്ത് ചെയ്യുക? 5,000 എന്ന് എഴുതുക. അവിടെ ക്യാപിറ്റൽ എന്ന ഹെഡിങ് കൂടെ കൊടുക്കുക. അപ്പോൾ ഇവിടെ cash is equal to capital. 5,000 is equal to 5,000. 1ാമത്തെ ട്രാൻസാക്ഷൻ നടന്ന സമയത്ത് അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ഫുള്ളി സാറ്റിസ്ഫൈഡ്. ആൻഡ് റൈറ്റ് ദ സെക്കൻഡ് ട്രാൻസാക്ഷൻ ഇൻ ദ ട്രാൻസാക്ഷൻ കോളം. എന്നിട്ട് എന്ത് ചെയ്യുക? 2ാമത്തെ ട്രാൻസാക്ഷൻ കോളത്തിൽ എഴുതുക. എന്താ 2ാമത്തെ ട്രാൻസാക്ഷൻ? പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. അപ്പോൾ ഇവിടെ എഴുതുക പർച്ചേസ്ഡ്, നീറ്റായിട്ട് എഴുതണേ. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400. പർച്ചേസ്ഡ് ഗൂഡ്സ് ഓൺ ക്രെഡിറ്റ് 400 എന്ന് എഴുതുക. അപ്പം നിങ്ങൾ എന്താ? ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ടു ഐഡന്റിഫൈ ദ 2 effects. 2 ഇഫക്റ്റുകൾ ഏതൊക്കെയാ? whenever we purchase goods on credit, goods will increase and at the same time we are purchasing goods on credit. ക്രെഡിറ്റിനാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഒരു ലയബിലിറ്റി കൂടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. എന്താണ് ലയബിലിറ്റി? ആ ലയബിലിറ്റിയുടെ പേര് സൺട്രി ക്രെഡിറ്റർ എന്നതാണ്. ഇന്നലത്തെ പ്രോബ്ലത്തിലും ചെയ്തതാണ്. സൺട്രി ക്രെഡിറ്റർ എന്ന ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ഗൂഡ്സ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഗൂഡ്സ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ക്രെഡിറ്റർ എന്ന ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഗൂഡ്സ് അസറ്റ് വിൽ ഇൻക്രീസ് ആൻഡ്
sundry creditor, another liability will be increased. അപ്പോൾ എന്താണ് purchased goods on credit, cash ന്റെ മുകളിൽ is there any effect on cash? No, zero effect. So write zero here, and what is the first effect? Goods will increase. സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് ഗൂഡ്സ് വർദ്ധിക്കും. ഗൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയുടെ അസറ്റ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ് ക്യാഷ് പ്ലസ് സ്റ്റോക്ക് എന്നോ ഗൂഡ്സ് എന്നോ എഴുതാം. സ്റ്റോക്ക് എന്ന് എഴുതുക എത്രയാ 400 രൂപ. ഇവിടെ ഈക്വൽ ടു ലയബിലിറ്റി വിൽ ഇൻക്രീസ്. എന്താ ലയബിലിറ്റിയുടെ പേര്? സൺട്രി ക്രെഡിറ്റർ. ലയബിലിറ്റിയുടെ പേരെന്താണ്? സൺട്രി ക്രെഡിറ്റർ. അപ്പൊ ഇവിടെ ക്രെഡിറ്റർ എന്ന് എഴുതുക. ക്രെഡിറ്റർ പ്ലസ് നാക്കുക, അവിടെ ക്രെഡിറ്റർ പ്ലസ് ക്യാപിറ്റൽ ആവുന്നു. എത്രയാണ്? 400 രൂപ. ക്രെഡിറ്റർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ക്യാപിറ്റലിന്റെ മുകളിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ? നോ, സീറോ ഇഫക്റ്റ്. ക്യാപിറ്റലിന്റെ മുകളിൽ ഒരു ഇഫക്റ്റും ഈ ട്രാൻസാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? 5000 പ്ലസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 തന്നെയാണ്. 400 ഇസ് ഈക്വൽ ടു ഇവിടെ 400 പ്ലസ് 5000. അപ്പോൾ നോക്കിക്കോ, 5000 പ്ലസ് 400 5400. ഇവിടെ 400 പ്ലസ് 5000 5400. എന്നിട്ട് നിങ്ങൾ എന്ത് എഴുതുക കുട്ടികളെ? ഇവിടെ ന്യൂ ഇക്വേഷൻ എന്ന് എഴുതുക. അപ്പോൾ ആഫ്റ്റർ ദ ഫസ്റ്റ് ട്രാൻസാക്ഷൻ ന്യൂ ഇക്വേഷൻ ഈസ് ക്യാഷ്. ഇതാണ് ന്യൂ ഇക്വേഷൻ വരുന്നത്. ഇത് അതിന്റെ എമൗണ്ട് ആണെന്നേ ഉള്ളൂ. അപ്പോൾ ന്യൂ ഇക്വേഷൻ എന്താണ്? ക്യാഷ് പ്ലസ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു creditor plus capital. What is the new equation after this transaction? After purchasing goods on credit from a creditor, the new accounting equation is cash plus stock is equal to creditor plus capital. Cash plus stock is equal to creditor plus capital. Clear? ഇനി മൂന്നാമത്തെ, അപ്പോൾ ചെയ്ത് കഴിഞ്ഞതിന് ഒരു ടിക്കം ഇടുക. അതൊരു ഹാബിറ്റ് ആക്കുക. എന്ത് ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാലും ഒരു ടിക്കം ഇട്ട് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും സ്കിപ്പ് ചെയ്യാതെ അല്ലെങ്കിൽ ഒന്നും ഒഴിവാവാതെ നമുക്ക് കംപ്ലീറ്റ് പ്രോബ്ലം കറക്റ്റ് ആവണമെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യണം. ഒരു ട്രാൻസാക്ഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. ഇനി മൂന്നാമത്തത് പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് 100. 100 രൂപയുടെ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചു. 100 രൂപയുടെ സാധനം പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എഴുതുക പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് 100. 100 രൂപയുടെ സാധനം പണം കൊടുത്ത് വാങ്ങിച്ചു. മൂന്നാമത്തെ ട്രാൻസാക്ഷൻ പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് 100. അപ്പോൾ ട്രൈ ടു ഐഡന്റിഫൈ ദ 2 ഇഫക്ട്സ്. അപ്പോൾ ഇവിടെ ഒരു ടിക്ക് മാർക്ക് ഇടുക. വാട്ട് ആർ ദ 2 ഇഫക്ട്സ്? പണം കൊടുത്തിട്ട് 100 രൂപ കൊടുത്തിട്ട് നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? ക്യാഷ് കുറയും, ഗൂഡ്സ് കൂടും. ക്യാഷ് വിൽ ഡിക്രീസ് ആൻഡ് ഗൂഡ്സ് വിൽ ഇൻക്രീസ് ബിക്കോസ് വി ആർ പർച്ചേസിങ് ഗൂഡ്സ് ബൈ പേയിങ് ക്യാഷ്. അപ്പോൾ എന്താണ് ഇവിടെ? ക്യാഷിന്റെ അണ്ടറിൽ നിന്നും അപ്പോൾ ഇവിടെ എന്തെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇവിടെ എന്തെങ്കിലും ഐറ്റംസ് മാറുന്നുണ്ടോ എന്നതാണ്. ക്യാഷും ഗൂഡ്സും ആണ്, സ്റ്റോക്കും ആണ് മാറുന്നത്. അപ്പോൾ ഓൾറെഡി ക്യാഷും സ്റ്റോക്കും ഇവിടെ ഉണ്ട്. ഈ ഇക്വേഷൻ കോളത്തിൽ ക്യാഷും സ്റ്റോക്കും ഉണ്ട്. അപ്പോൾ അവിടെ റിവിഷന്റെ എഡിറ്റിങ്ങിന്റെ ആവശ്യം വരുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പോൾ 100 രൂപയുടെ സാധനം നിങ്ങൾ പിന്നെ എന്ത് ചെയ്യുന്ന സമയത്ത് പണം കൊടുത്ത് വാങ്ങിക്കുന്ന സമയത്ത് 100 രൂപ കുറയുന്നു. -100. 100 രൂപ ക്യാഷ് കുറയും. 100 രൂപ ക്യാഷ് കുറയും. അതേ സമയത്ത് 100 രൂപ ഗൂഡ്സ് കൂടും. +100 100 രൂപ ഇവിടെ 100 രൂപയുടെ സാധനം ഇവിടെ വർദ്ധിക്കുന്നു. ഇനി സെക്കൻഡ് സൈഡിൽ എന്തെങ്കിലും ഇഫക്റ്റ് ഉണ്ടോ? ക്രെഡിറ്റർ കൂടുന്നുണ്ടോ? ഇല്ല, സീറോ ഇഫക്റ്റ്. ക്യാപിറ്റൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നോ, സീറോ ഇഫക്റ്റ്. സോ റൈറ്റ് 0. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. 5000 നിന്നും 100 രൂപ കുറയുന്നു. എത്രയാ? 4900. ഇവിടെ 400 400 പ്ലസ് 100 500 ഇസ് ഈക്വൽ ടു 400 പ്ലസ് 5000. അപ്പോൾ 5400 ഇവിടെയും 5400 ഇസ് ഈക്വൽ ടു 5400. ഈ ട്രാൻസാക്ഷന് ശേഷം ഇക്വേഷന് മാറ്റമൊന്നുമില്ല, എമൗണ്ട് മാത്രം മാറിയെന്നേ ഉള്ളൂ. വാട്ട് ഈസ് ദ റിവൈസ്ഡ് ഇക്വേഷൻ ആഫ്റ്റർ ദിസ് ട്രാൻസാക്ഷൻ? Cash plus stock is equal to creditor plus capital. Cash plus stock is equal to creditor plus capital is the revised equation. Next, purchased postal articles 50. നാലാമത്തെ ട്രാൻസാക്ഷൻ purchased postal articles 50. 50 രൂപ കൊടുത്തിട്ട് പോസ്റ്റൽ ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സ്റ്റാമ്പും കവറും ഒക്കെ വാങ്ങിച്ചു. 50 രൂപ കൊടുത്തിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സ്റ്റാമ്പും കവറും ഒക്കെ വാങ്ങിച്ചു.
അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റാമ്പും കവറൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ വെദർ ഇറ്റ് ഈസ് എൻ അസെറ്റ് ഓർ എക്സ്പെൻസ്. Suppose I am a businessman, I am purchasing some long cover and stamp etc. for my office use. Suppose I am a businessman, this is a marker. ഇത് എൻ്റെ ബിസിനസ്സിലെ മാർക്കറാണ്. ഇതൊരു അസെറ്റ് ആണോ? No, this is not an asset. This is not an asset, but this is an expense. 10 രൂപ അല്ലെങ്കിൽ 30 രൂപ കൊടുത്തിട്ട് ഞാനിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ 30 രൂപക്ക് വാങ്ങിക്കുന്ന ഈ പെൻ എന്തല്ല, അതെൻ്റെ അസറ്റ് അല്ല. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പാടില്ല. പർച്ചേസ് ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് എൻ എക്സ്പെൻസ്. സ്റ്റേഷനറി ഐറ്റത്തിന് നിങ്ങൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? എക്സ്പെൻസ് ആയിട്ട് നിർബന്ധമായിട്ടും കൺസിഡർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന സമയത്ത് 50 രൂപ ക്യാഷ് കുറയും. 50 രൂപ, കാരണം പൈസ കൊടുത്തിട്ട് വാങ്ങിക്കണം. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് മേടിക്കുമ്പോൾ അവിടെ 50 റുപ്യ ക്യാഷ് കൊടുക്കണം. അപ്പോൾ 50 rupees ക്യാഷ് വിൽ ഡിക്രീസ്. 50 rupees ക്യാഷ് വിൽ ഡിക്രീസ്. ഒരു ഇഫക്റ്റ് കിട്ടി. ഇനി എന്താ നെക്സ്റ്റ് ഇഫക്റ്റ് വരുന്നത്? നെക്സ്റ്റ് ഇഫക്റ്റ് എന്താ? എക്സ്പെൻസ് ആണ് വരുന്നത്. എക്സ്പെൻസ് ആണ് വരുന്നത്. അപ്പോൾ ലയബിലിറ്റിയുടെ മുകളിൽ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. ലയബിലിറ്റിയുടെ മുകളിൽ എക്സ്പെൻസ് ഈ ഒരു കേസിൽ ഇൻഫ്ലുവൻസ് ഇല്ല. എക്സ്പെൻസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്: ദ റെസ്പെക്റ്റീവ് എക്സ്പെൻസ് മസ്റ്റ് ബി ഡിഡക്റ്റഡ് ഫ്രം ദ ക്യാപിറ്റൽ. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എക്സ്പെൻസ് ആണെങ്കിൽ ഇഫ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ് യു മസ്റ്റ് ഡിഡക്ട് ദ എമൗണ്ട് ഫ്രം ക്യാപിറ്റൽ. നോട്ട് ചെയ്ത് വെച്ചോ. ഇഫ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻസ് യു മസ്റ്റ് ഡിഡക്ട് ദ എമൗണ്ട് ഫ്രം ദ ക്യാപിറ്റൽ. എക്സ്പെൻസ് ആണ് വരുന്നതെങ്കിൽ നോർമലി ക്യാഷ് കുറയും. എക്സ്പെൻസ് ആവുന്ന സമയത്ത് ക്യാഷ് കുറയും. ഒരു ഇഫക്റ്റ്. സെക്കൻഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത് നോട്ട് ചെയ്തെടുക്കുക. എന്താണ്? യു മസ്റ്റ് ഡിഡക്ട് ദ എക്സ്പെൻസ് ഫ്രം ക്യാപിറ്റൽ. ക്യാപിറ്റലിൽ നിന്നും ആ എക്സ്പെൻസ് കുറക്കണം എന്നുള്ള കാര്യം കൂടി അവിടെ മനസ്സിലാക്കി വെക്കുക. ക്ലിയർ? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഇവിടെ എഴുതുക. ഇവിടെ ന്യൂ ഇക്വേഷൻ എന്ന് കൊടുക്കുക. ന്യൂ ഇക്വേഷൻ എന്ന് ഇവിടെ ഹെഡിങ് കൊടുക്കണം. അത് കൊടുക്കാൻ നേരത്തെ മറന്നുപോയി. ഇനി നാലാമത്തെ ട്രാൻസാക്ഷൻ എഴുതുക. എന്താണ്? പർച്ചേസ്ഡ് പോസ്റ്റൽ ആർട്ടിക്കിൾസ് എത്രയാ? 50 രൂപ. 50 രൂപ കൊടുത്തിട്ട് പോസ്റ്റൽ ആർട്ടിക്കിൾസ് വാങ്ങിച്ചു. അപ്പോൾ ഇവിടെ എന്താണ്? 50 രൂപ ക്യാഷ് കുറയും. -50. 4900 4900 ക്യാഷ് ഉണ്ട്. അതിൽ നിന്നും 50 റുപ്യ 50 rupees കുറയും. അപ്പോൾ -50 എന്ന് എഴുതുക. ഇനി ഇവിടെ പ്ലസ് കൊടുക്കണം. സ്റ്റോക്ക് കുറയുന്നുണ്ടോ? ഇവിടുന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. സ്റ്റോക്ക് കുറയുന്നുണ്ടോ? നോ ഇൻഫ്ലുവൻസ് ഓൺ സ്റ്റോക്ക്. അപ്പോൾ ഒരു ഇഫക്റ്റ് കിട്ടി. ഇനി ഇവിടെ ഈക്വൽ ടു കൊടുക്കുക. വെദർ ദിസ് ട്രാൻസാക്ഷൻ ഇൻഫ്ലുവൻസ് ക്രെഡിറ്ററുടെ മുകളിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോ? നോ, സീറോ ഇൻഫ്ലുവൻസ് ഓൺ ക്രെഡിറ്റർ. സോ റൈറ്റ് സീറോ ഹിയർ ആൻഡ് ദ സെക്കൻഡ് ഇൻഫ്ലുവൻസ് വിൽ ബി the capital must reduce. You should deduct the capital. നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയാണോ എക്സ്പെൻസ് വന്നത് ആ എക്സ്പെൻസ് ക്യാപിറ്റലിൽ നിന്നും കുറക്കണം. മൂലധനം കുറയുന്നതായിട്ട് നിങ്ങൾ ഇവിടെ ട്രീറ്റ് ചെയ്യണം. ക്യാപിറ്റലിൽ നിന്നും 50 രൂപ നിങ്ങൾ ഇവിടെ ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ക്യാപിറ്റലിൽ നിന്നും -50 എന്ന് എഴുതുക. 50 റുപ്യ. അപ്പോൾ എന്താണ്? ഒരു എക്സ്പെൻസ് വരുന്ന സമയത്ത് whenever an expense happens in an organization, cash decreases and capital decreases. Now we can balance this. നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് 4900 നിന്ന് പോയി കഴിഞ്ഞാൽ 4850 രൂപ 4850 പ്ലസ് 500, അതായത് 500 പ്ലസ് 0. ഇവിടെ ഇൻഫ്ലുവൻസ് ഇല്ല. 500 ആണ് വരിക. ഇവിടെയും നോ ഇൻഫ്ലുവൻസ്. 400 പ്ലസ് 4900. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? 5000 -50. 5000 റുപ്യ നേരത്തെ ക്യാപിറ്റൽ ഉണ്ടായിരുന്നു. അതിൽ നിന്നും 50 രൂപ കുറയുന്നു. 50 rupees കുറയുന്നു. അപ്പോൾ 4950. അപ്പോൾ എന്താ ഇവിടുത്തെ പുതിയ ഇക്വേഷൻ? നോക്കിയേ, എന്താ പുതിയ ഇക്വേഷൻ വരുന്നത്? 4850 പ്ലസ് 4850 പ്ലസ് 500 is equal to 400 പ്ലസ് 4950. അപ്പോൾ ഇക്വേഷന് മാറ്റമൊന്നുമില്ല. ക്യാഷ് പ്ലസ് സ്റ്റോക്ക് is equal to creditor plus capital. Cash plus stock is equal to creditor plus capital. And here write new equation. ഇത് നമ്മുടെ കമ്പനിയിലെ പുതിയ ഇക്വേഷൻ ആണ് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്. 4850 പ്ലസ് 500 is equal to 400 പ്ലസ് 4950. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ നോക്കുക. വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് 70. 70 രൂപ പേഴ്സണൽ പെർപ്പസിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഓണറാണ്. ഐ ആം ദ ഓണർ ഓഫ് ദിസ് ബിസിനസ് യൂണിറ്റ്. ഞാൻ എന്ത് ചെയ്യുന്നു? 70 റുപ്യ എൻ്റെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്നു.
പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡ്രോയിങ്സ് എന്ന്. The amount withdrawn by the owner for his personal use is known as drawings. The amount withdrawn by the owner for his personal use is known as drawings. Clear? And I am withdrawing 70 rupees from my business. What will happen? You can guess. What will happen? 70 rupees cash will reduce and at the same time my capital will also decrease. 70 രൂപ ഞാൻ വിഡ്രോ ചെയ്യുന്ന സമയത്ത് 70 രൂപ ക്യാഷ് കുറയും, 70 രൂപ ക്യാഷ് കുറയും, 70 രൂപ എന്തും കുറയും, ക്യാപിറ്റലും കുറയും. 70 രൂപ ക്യാപിറ്റലും കുറയും. അപ്പോൾ നമുക്ക് എഴുതാം, ഇവിടെ എഴുതുക, അഞ്ചാമത്തെ ഐറ്റം എഴുതുക ഡ്രോയിങ്സ്, അല്ലെങ്കിൽ വിഡ്രൂ ഫോർ പേഴ്സണൽ യൂസ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഡ്രോയിങ്സ് എന്ന് എഴുതാം. 70 രൂപ ഡ്രോയിങ്സ്, 70 രൂപ ഡ്രോയിങ്സ് ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ക്യാഷിൽ നിന്നും എന്ത് ചെയ്യുക, -70 രൂപ ക്യാഷ് കുറയുന്നു. സ്റ്റോക്കിന്റെ മുകളിൽ സീറോ ഇൻഫ്ലുവൻസ്, സ്റ്റോക്കിന്റെ മുകളിൽ സീറോ ഇൻഫ്ലുവൻസ് ആണ്, ഒരു ഇൻഫ്ലുവൻസും സ്റ്റോക്കിന് വരുത്തുന്നില്ല. ഇസ് ഈക്വൽ ടു ക്രെഡിറ്ററുടെ മുകളിലും സീറോ ഇൻഫ്ലുവൻസ് ആണ്, ക്രെഡിറ്ററുടെ മുകളിലും സീറോ ഇൻഫ്ലുവൻസ് ആണ്. ഇവിടെ ക്യാപിറ്റലിൽ നിന്നും എന്ത് ചെയ്യുന്നു, -7. ഇവിടെ പ്ലസ് നിങ്ങൾ ഇട്ട് കൊടുക്കണേ, കാരണം ഇത് രണ്ടും കൂട്ടിയതാണ് ടോട്ടൽ എമൗണ്ട്. എന്താണോ കുറയുന്നത് അതിനൊരു ബ്രാക്കറ്റിനകത്ത് 70 എന്ന് എഴുതുക, ബ്രാക്കറ്റിനകത്ത് 70 എന്ന് എഴുതുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, whenever the owner withdraw money for his personal use, cash will decrease and capital will decrease. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 4850 -70, 4780, 4780. ഇത് കുറച്ച് കഴിഞ്ഞാൽ 4850 നിന്നും 70 രൂപ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 4780 ആണ്. 4780 രൂപയാണ് ഇവിടെ റെഡ്യൂസ് ചെയ്താൽ കിട്ടുന്ന എമൗണ്ട്. അതേപോലെ തന്നെ ഇവിടെ എന്താണ് 500 എങ്ങനെയാ വന്നേ, 500 എങ്ങനെയാ വന്നേ 500 + 0, നേരത്തെയുള്ള 500 തന്നെയാണ്, അവിടെ ഒരു ഇൻഫ്ലുവൻസും ഇല്ല. അതേപോലെ തന്നെ ക്രെഡിറ്റർ എന്താ ചെയ്യുന്നത്, ക്രെഡിറ്റർ 400 തന്നെയാണ്, ക്രെഡിറ്റർ എന്താണ് 400 തന്നെയാണ്, കാരണം 400 നേരത്തെ തന്നെ ഉണ്ട്, ഇപ്പം സീറോ ഇൻഫ്ലുവൻസ് ആണ്. അപ്പോൾ 400 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 400 തന്നെയാണ്. ഇനി സെക്കൻഡ് ഇഫക്റ്റ് എന്തായിരുന്നു, ക്യാപിറ്റൽ ഡിക്രീസസ്. എത്ര നേരത്തെ ക്യാപിറ്റൽ 4980, അതിൽ നിന്നും 70 രൂപ കുറക്കുക, 4880, 4880 രൂപയാണ് 4950 നിന്നും 70 രൂപ കുറച്ചാൽ കിട്ടുക. 4880 രൂപയാണ് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കിട്ടുക. അപ്പോൾ എന്താ ഇപ്പോഴത്തെ ഇക്വേഷൻ വരുന്നത്, ഇപ്പോഴത്തെ ഇക്വേഷൻ എന്താ, 4780 + 500 is equal to 400 + 4880. ഇതാണ് പുതിയ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇക്വേഷൻ എന്താണ്, ക്യാഷ് പ്ലസ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് പ്ലസ് ക്യാപിറ്റൽ. ക്യാഷ് പ്ലസ് സ്റ്റോക്ക് ഇസ് ഈക്വൽ ടു ക്രെഡിറ്റ് പ്ലസ് ക്യാപിറ്റൽ. ഇനി രണ്ട് സൈഡ് നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ എടുത്ത് വേണം ടോട്ടൽ ചെയ്ത് നോക്കിയേ. 4780 + 500, 4780 + 500 എത്ര വരുന്നത്, 5280, 5280 രൂപ, 5280 രൂപ ഇവിടെ വരുന്നു. ഇസ് ഈക്വൽ ടു 5280. ഒന്ന് ടോട്ടൽ ചെയ്ത് നോക്കണേ, എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. 5280 ഇസ് ഈക്വൽ ടു 5280 എന്നതാണ് നമുക്ക് കിട്ടുന്ന ഉത്തരം. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്. നമ്മുടെ ഏഴാമത്തെ ക്ലാസ് ആണ്. ഏഴാമത്തെ ക്ലാസ്സിൽ ഇപ്പോൾ എന്താ നിങ്ങൾ നമ്മളിപ്പോൾ പഠിച്ച കാര്യം എന്താണ്, അക്കൗണ്ടിങ് ഇക്വേഷൻ്റെ മൂന്നാമത്തെ പ്രോബ്ലമാണ് നിങ്ങളിപ്പോൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ കൃത്യമായിട്ട് ഈ ക്ലാസ് കാണുക. ക്ലാസ് കണ്ടിട്ട് ഇതിൻ്റെ പ്രോബ്ലത്തിൻ്റെ PDF ഫയൽ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പോൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു പ്രോബ്ലം ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.